നമ്മുടെ SCERT-യിൽ അതേപോലെ തന്നെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഋതുക്കളും പിന്നെ അതിൽ തന്നെ നമ്മുടെ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് ആ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ടും അറിഞ്ഞിരിക്കുക. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കാണുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഏരിയകളാണ് ഇവിടെ പ്രാധാന്യമുള്ളത് എന്നത് വരിക. അല്ലാതെ ഈ ഹോട്ട് ടോപ്പിക്കുകൾ തീർത്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നല്ല മാർക്കുകൾ കയറി വരും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പ്രകാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന LGS നോട്ടിഫിക്കേഷൻ, ആ ഒരു LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള LGS മെയിൻസ് നിലവാരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 30 ഹോട്ട് ടോപ്പിക്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ഈ ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ മാക്സിമം മാർക്കുകൾ നേടാവുന്ന ഒരു പരുവത്തിലേക്ക് നിങ്ങൾ എത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലമായിട്ട് നടന്നിട്ടുള്ള LGS മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ആ സിലബസ് വെച്ച് നടന്നിട്ടുള്ള ചോദ്യ പേപ്പറുകളെല്ലാം അവലോകനം ചെയ്തിട്ടാണ് ഞാൻ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഇനിയുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഈ ടോപ്പിക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഇന്ത്യ ചരിത്രം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മെയിൻസിൻ്റെ സിലബസിൽ, അതായത് നിങ്ങളുടെ LGS പരീക്ഷയ്ക്ക് 2024 നടക്കാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് പ്രിലിംസ് ഇല്ല, അതുകൊണ്ട് തന്നെ മെയിൻസിൻ്റെ സിലബസ് ആയിരിക്കും. ആ മെയിൻസിൻ്റെ സിലബസിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൊഡ്യൂള് ആധുനിക ഇന്ത്യ ചരിത്രമാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും രണ്ടാമത്തെ മൊഡ്യൂള് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ ഈ രണ്ട് മൊഡ്യൂളുകളിൽ നിന്നായിട്ട്, അതായത് ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നിന്നായിട്ട് 10 മാർക്ക്, അല്ലെ 5 10 മാർക്ക് ഉണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്ന ഒന്ന് ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങൾ. ഗാന്ധിജി ഇല്ലാതെ ചോദ്യ പേപ്പറിൽ ഗാന്ധിജി ചോദ്യരൂപത്തിലോ ഉത്തരരൂപത്തിലോ ഇല്ലാതെ ഈ ചോദ്യപേപ്പർ, ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് കടന്നു പോകില്ല എന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഒരു ചോദ്യം ഉറപ്പാണ്, ഒന്ന് കൂടുതൽ ചോദ്യങ്ങൾ പല പരീക്ഷകളിലും വരാറുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ. അതെങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഹെഡിങ് കൊടുത്തതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷകളിലും 1-2 ചോദ്യങ്ങളിന് അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതെവിടെയും വരും. നമുക്ക് വിവിധ മേഖലകളില്ലേ, അവിടെ സാമ്പത്തിക മേഖലയുണ്ട്, അവിടെയും ചോദ്യ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം പഞ്ചവത്സര പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ്. മറ്റൊന്നാണ് നീതി ആയോഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ അതിൻ്റെ പുതിയ സംവിധാനമായിട്ടുള്ള നീതി ആയോഗ്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യവും നല്ല സാധ്യതകളാണ്. ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും, ഈ ലെവൽ നടന്ന എല്ലാ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ദെൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന യുദ്ധങ്ങൾ, പാകിസ്ഥാനും ചൈനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള യുദ്ധങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദെൻ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റായ്, അതായത് സ്വാതന്ത്ര്യ സമരം കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഒരു രാജാറാം മോഹൻ റായിനെ കുറിച്ച് SCERT-യിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് കൂടുതലും ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ ഫാക്ട്സും കൂടെ പഠിച്ചെടുക്കുക. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഈ 5 ടോപ്പിക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇന്ത്യ ചരിത്രം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഇങ്ങനെ കണക്കിന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ പേജ് മുതൽ ഇങ്ങനെ വായിച്ചു പോകുന്നതിന് പകരം ഈ ടോപ്പിക്കുകളൊക്കെ അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുറേ മാർക്കും കയറി വരും. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് പോവുക? ഈ ഹോട്ട് ടോപ്പിക്കുകൾ തീർത്തിട്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് പോവുക? ഞാൻ ഈ അനലൈസ് ചെയ്തിട്ടുള്ള, അതായത് ഈ നിലവാരത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുഴുവൻ എടുത്തിട്ട് നോക്കുക. അത് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഹോട്ട് ടോപ്പിക്കുകൾ തീർത്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നല്ല മാർക്കുകൾ കയറി വരും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് നിങ്ങളെ കൊണ്ടാവും എന്നുള്ള ചിന്ത ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പഠിച്ച് മുന്നേറി പോകാൻ പറ്റും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പൗരൻ്റെ അവകാശങ്ങളും കടമകളും പിന്നെ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, ഇങ്ങനെയുള്ളൊരു ഹെഡിങ് ആണ്. അതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 ടോപ്പിക്. ഒന്ന് ഭരണഘടന നിർമ്മാണ സമിതി. ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി. അതിനുള്ള സ്കോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഇനി അറിയാമായിരിക്കുമല്ലോ. ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ വിശേഷണങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ, ദെൻ ആദ്യം പോകുക നമ്മൾ എങ്ങോട്ടേക്കാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി. പിന്നെയാണ് ആമുഖം കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്കോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യകർത്താവും ഇതേ രീതിയിൽ പോകുമ്പോൾ ആദ്യം കൈവെക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറുന്നു. ദെൻ ലിസ്റ്റുകൾ, ഭരണഘടനയിലെ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതിൽ പെടുന്നത് ഏതൊക്കെ, എങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് മൗലികാവകാശങ്ങളും മൗലിക കടമകളും. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ മൊഡ്യൂൾ 3 അവിടെ പൗരൻ്റെ അവകാശങ്ങളും
കടമകളും എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതിൽ മൗലികാവകാശങ്ങളും മൗലിക കടമകളും മാത്രമല്ല, ഭരണഘടനയിലുള്ള ഇത് മാത്രമല്ല, മറ്റ് അവകാശങ്ങളൊക്കെ വരും. ഒരു പൗരൻ എന്നുള്ള രീതിയിലുള്ള മറ്റ് അവകാശങ്ങൾ, വിവരാവകാശമായാലും സേവനാവകാശ നിയമങ്ങളായാലും വിദ്യാഭ്യാസ അവകാശ നിയമമായാലും ആ നിയമങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുക എന്താണ്? ഭരണഘടനയിലെ നമ്മുടെ മൗലികാവകാശങ്ങളും മൗലിക കടമകളെയും കുറിച്ചാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അവിടെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മാർക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ദെൻ 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ളൊരു ഹെഡിങ് ആണത്. ആ ഒരു മൊഡ്യൂളിൽ 4ാമത്തെ ആ മൊഡ്യൂളിൽ നമുക്ക് ഇന്ത്യയുടെ അതിർത്തികളും അതിർത്തി രാജ്യങ്ങളും, ഇന്ത്യയുടെ അതിർത്തി തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഏതൊക്കെ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, അതോടൊപ്പം അടുത്തുള്ള അതിർത്തി രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഏതൊക്കെ, കരാതിർത്തി പങ്കിടുന്ന ഏതൊക്കെ, സമുദ്രാതിർത്തി പങ്കിടുന്നത്, അതേപോലെ തന്നെ അതിർത്തി രേഖകൾ, ഇന്ത്യയും മറ്റ് രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അതിർത്തി രേഖകൾ, അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 1-2 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം മറ്റ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ള ഏരിയയിൽ ഇഷ്ടംപോലെ പല കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭജനം മുതൽ അങ്ങോട്ടേക്കുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ, സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ കണ്ടമാനം കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിൽ ഈ ഒരു സാധനം പഠിച്ചുറപ്പിക്കുന്നതോടുകൂടി തന്നെ 1-2 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. പിന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ഏരിയയാണ് ഇന്ത്യയിലെ ഋതുക്കൾ. നമ്മുടെ SCERTയിൽ അതേപോലെ തന്നെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഋതുക്കളും, പിന്നെ അതിൽ തന്നെ നമ്മുടെ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ടും അറിഞ്ഞിരിക്കുക. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ മണ്ണിനങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും ഇതൊന്നും നിങ്ങൾ ഹെഡിങ്ങിൽ പ്രത്യേകിച്ച് കാണില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. LGSൻ്റെ ഒക്കെ സിലബസിൻ്റെ പ്രശ്നം അതാണ്. അതായത് മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിലില്ല. അതാണ് പ്രത്യേകത. നമുക്ക് അടിസ്ഥാന വിവരങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പല ഏരിയയും ചോദ്യം വരും. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കാണുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഏരിയകളാണ് ഇവിടെ പ്രാധാന്യമുള്ളത് എന്നത് വരിക. അല്ലാതെ ഇത് ബേസ് ചെയ്തുള്ള റാങ്ക് ഫയൽ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇതിൽ ഹെഡിങ്ങിൽ എഴുതി വെച്ച ആ ഒരു ഏരിയകൾ മാത്രമായിട്ടാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും മണ്ണിനങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഉണ്ട്. ഇന്ത്യയിലെ പ്രധാന നദികൾ, അതിൻ്റെ ഉത്ഭവസ്ഥാനം, അത് പതിക്കുന്നത് എവിടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേബിൾ പഠിക്കുക, അവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ ആദ്യം നമ്മൾ കൈവെക്കേണ്ട, നമ്മൾ കോൺഫിഡൻസ് കൂടാൻ, നമുക്ക് പെട്ടെന്ന് അറിവ് കയറി വരാൻ കൈവെക്കേണ്ട 4 ടോപ്പിക്കുകളാണിത്. ഓക്കെ, ദെൻ 5ാമത്തെ മൊഡ്യൂൾ കേരള ഭൂമിശാസ്ത്രമാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു ഹെഡിങ്. പിന്നെ അതിൽ കുറേ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കുറേ ഏരിയകളും ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വൈദ്യുത പദ്ധതികൾ. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലും പരീക്ഷയിൽ വരിക. പിന്നെ ദേശീയോദ്യാനങ്ങൾ. ഓക്കെ, കേരളത്തിലെ നാഷണൽ പാർക്സ് അഥവാ ദേശീയോദ്യാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. മറ്റൊന്ന് കേരള ഭൂപ്രകൃതി വിഭജനം. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനെയുള്ള ആ ഒരു വിഭജനം ഉണ്ടല്ലോ, ആ വിഭജനം ഓരോന്നിനും വരുന്നത് എന്തൊക്കെയാണ്, ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ജില്ലകൾ, നിങ്ങൾക്കറിയാം ഓരോ ജില്ലകളും 14 ജില്ലകളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ അത് മെയിൻസിനാണ് അങ്ങനെ ആവശ്യമുള്ളൂ. അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിലും ഓരോ ജില്ലയായിട്ട് ബന്ധപ്പെട്ട് അതിലുള്ള കാര്യങ്ങൾ പലതും ചോദിക്കാറുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലകളിൽ വലുത് ചെറുത് സംബന്ധിച്ച്, അതായത് ജില്ലയിൽ ഏറ്റവും വലുത് ഏറ്റവും ചെറുതെന്നുള്ള മാത്രമല്ല, മറ്റു പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വലുത് ചെറുത്, കൂടിയത് കുറഞ്ഞത്, അല്ലെ സാന്ദ്രത കൂടി ജനസാന്ദ്രത കൂടിയത് കുറഞ്ഞത്, ജനസംഖ്യ കൂടിയത് കുറഞ്ഞത്, അങ്ങനെ ആ ടൈപ്പ് ഒരു സാധനങ്ങളുണ്ടല്ലോ, ബേസിക് ഫാക്ട്സ്, അത്തരം ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് മിക്കവാറും നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ മൊഡ്യൂൾ 5 കേരള ഭൂമിശാസ്ത്രം 10 മാർക്കിനുള്ള ഒരു ഏരിയയാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, കൂടുതൽ മാർക്കിനുള്ള ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അത് നല്ല പ്രാധാന്യത്തോട് കാണാം. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉറപ്പിക്കാവുന്ന ഏതൊരു പരീക്ഷ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം. ഏതൊരു പരീക്ഷയിൽ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റും, മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ദെൻ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കേരള ചരിത്രമാണ്. ഈ കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം അവിടെ പഠിക്കാനുള്ള ദേശീയ പ്രസ്ഥാനവും അതേപോലെ തന്നെ കേരള നവോത്ഥാനവും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വൈകുണ്ഠസ്വാമികളും ചട്ടമ്പി സ്വാമികളും. നിങ്ങൾക്കറിയാം LDCക്കൊക്കെ ഞാൻ ഹോട്ട് ടോപ്പിക്ക് തന്നത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ കാണാം കൂടുതലും വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചും വളരെ കൂടുതൽ കാണാം. ശ്രീനാരായണ ഗുരു പഠിക്കേണ്ടതല്ല പറഞ്ഞിട്ടോ, ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ 2 പേരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹോട്ട് ടോപ്പിക് എന്നുള്ള രീതിയിൽ, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക് എന്നുള്ള രീതിയിൽ ഈ 2 പേരെ പഠിക്കുക. വൈകുണ്ഠസ്വാമികളും ചട്ടമ്പി സ്വാമികളും ആദ്യം അങ്ങ് തീർത്ത് വെക്കുക. പിന്നെ
എന്താണ് മാർത്താണ്ഡവർമ്മ ഇതിനിടയിൽ AKGൻ്റെയും ഇവരൊക്കെ ഇടയിൽ പെട്ടുപോയതുകൊണ്ട് നവോത്ഥാന നായകൻ എന്നുള്ള കൂട്ടത്തിൽ പെടുത്തണ്ട. മാർത്താണ്ഡവർമ്മ എന്താണ് തിരുവിതാംകൂർ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇയാളെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, തിരുവിതാംകൂർ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കാം അങ്ങനെ പ്രത്യേകിച്ച് സിലബസിൽ ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ അതല്ല, ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അത് ചിലപ്പോൾ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ദേശീയ പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അങ്ങ് പെടുത്തുകയാണ്. മറ്റേ കുളച്ചൽ യുദ്ധമോ മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കേരള ചരിത്രമായിട്ട്, ആധുനിക കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അതാണ് ഇവിടെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ പറഞ്ഞ പോയിൻറ്റ്സുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം പരീക്ഷകളിൽ മാർക്ക് നഷ്ടപ്പെടും. എന്നിട്ട് സിലബസിൻ്റെ പുറത്തുനിന്നാണ് വന്നത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. PSC അതിനുള്ള പോംവഴി അവിടെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിലബസ് തരുമ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും എന്ത്, നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സിലബസിൽ പെടാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. അങ്ങനെയൊക്കെ പ്രത്യേകം എഴുതി വെച്ചതുകൊണ്ട് അവിടെ നമുക്കൊരു ന്യായീകരണത്തിനും വകുപ്പില്ല. അപ്പം പിന്നെ അടുത്തത് AKG ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു പരീക്ഷയിലും നവോത്ഥാന നായകന്മാരെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ AKG EMS കൃഷ്ണപിള്ള പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കൂടുതലായിട്ട് കടന്നു വരാറുണ്ട്. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും AKGയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണാം. ഓക്കെ, പിന്നെ കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും ചോദ്യങ്ങൾ മിക്കവാറും ചോദ്യപേപ്പറുകളിൽ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കാറ് ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ മുന്നേറ്റങ്ങളും സമരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ്. ഒക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കണം. ആദ്യം ഇതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുടക്കം കിട്ടുന്നതാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് അറിയാതെ തുടക്കത്തിൽ ഒന്നാമത്തെ പേജ് മുതൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ മടുപ്പിച്ച് നിർത്തിപ്പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പിന്മാറിയിട്ട് PSC അത് കിട്ടൂല, നടക്കൂല എന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ട്രാക്ക് ഉണ്ട്. അതായത് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിനിടയിൽ ചില ചോദ്യപേപ്പറുകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ ചോദ്യപേപ്പറുകളിൽ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കിത് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം കിട്ടുന്നതും നിങ്ങളുടെ ആ ഒരു പ്രയത്നം ഒരു വിജയത്തിൽ എത്തുന്നവരെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ട്രാക്കിലേക്ക് കയറി പോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായൊരു ട്രാക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത്. ഓക്കെ, അപ്പം 6ാമത്തെ മൊഡ്യൂളതാണ്. പിന്നെ 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വിവിധ മേഖലകളാണ്. സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക, അങ്ങനെ കുറേ മേഖലകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല, കായിക മേഖല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറേ മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിന്ന് 5 മാർക്കാണ് അവിടെ നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്നത്, മാർക്ക് വെയിറ്റേജ്. പക്ഷേ പല ചോദ്യപേപ്പറുകളിലും 5 കൂടുതൽ മാർക്കൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. 10 മാർക്ക് LGS വാരിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ 2021 നടന്ന LGS വാരിയസിന് അവിടെ 10 മാർക്ക് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ 10 മാർക്ക് വരെ ചോദ്യങ്ങൾ വന്നപ്പോൾ 4 മാർക്കിനുള്ള ചോദ്യങ്ങളും സാമ്പത്തിക മേഖലയിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ 5 മാർക്കിനും 6 മാർക്കിനും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോഴും അവിടെയും പ്രാധാന്യം കിട്ടുന്നത് ഏത് മേഖലയ്ക്കാണ്? സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒട്ടുമിക്ക ചോദ്യപേപ്പറുകളിലും കൂടുതലായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം. കാരണം പലരും ഈ ഒരു LGS മെയിൻസിന് പഠിക്കുന്ന സമയത്ത് എക്കണോമിക്സ് കാണുന്നില്ല, ചരിത്രം, ഭൂമിശാസ്ത്രം, ഈ ഒരു മൊഡ്യൂൾ നോക്കുമ്പോൾ അതിൽ എക്കണോമിക്സ് കാണില്ല, അതുകൊണ്ട് പഠിക്കില്ല. പക്ഷേ നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള എക്കണോമിക്സിലുള്ള എല്ലാ ചാപ്റ്ററുകളും, സോഷ്യൽ സയൻസിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ വരുന്ന എല്ലാ ചാപ്റ്ററുകളും പഠിച്ചിരിക്കണം. അവിടെ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, കുറച്ചധികം ചാപ്റ്ററുകൾ അവിടെ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ആദ്യം ഒന്ന് പഠിക്കുക. ഒന്ന്, സാമ്പത്തിക മേഖലകൾ വിഭജനം, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മേഖലയിലും ഉൾപ്പെടുന്നതും കാര്യങ്ങളും ആ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സമ്പദ് വ്യവസ്ഥകൾ, 9ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് എൻ്റെ ഓർമ്മ, മറ്റത് 6ാമത്തേത് 9ാമത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഈ 2 ചാപ്റ്ററുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പദ് വ്യവസ്ഥകളായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏത്, അതിൻ്റെ പ്രത്യേകതകൾ, അപ്പോൾ അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. അത് ആ ഒരു ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ 3ാമത്തത് സ്കീമുകൾ. അതായത് ഈ ഒരു ഏരിയയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ SCRTയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറേ സ്കീമുകളുണ്ട്. അതായത് നമ്മളെന്താണ് SGSY, SGRY, ICDS, അപ്പോൾ അങ്ങനെയുള്ള കുറേ നാഷണൽ ലെവലിലുള്ള സ്കീമുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അന്ത്യോദയ അന്ന യോജന, അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട്. ആ സാധനങ്ങളെല്ലാം പഠിച്ച ഒരു മാർക്ക് നിങ്ങൾക്ക് മിക്കവാറും പരീക്ഷകളിൽ ഇവിടെ ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അതാണ് വിവിധ മേഖലകളുടെ കാര്യം. ഇനി സയൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും കൂടെ 5ഉം 10ഉം 15 മാർക്കാണ്. പിന്നെ ഫിസിക്കൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും കൂടി ആകെ 5 മാർക്കേ ഉള്ളൂ. അതായത് 15 മാർക്കിന് എന്തുണ്ട്?
ബയോളജി തന്നെ പെടുത്താവുന്ന, അതിൻ്റെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പെടുത്താവുന്ന കാര്യങ്ങളാണ്, 15 മാർക്കിനുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും കൂടി 12 ടോപ്പിക് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ആകെ എത്ര മാർക്കേ ഉള്ളൂ? 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ളതിൽ എല്ലാ ചോദ്യപേപ്പറിലും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ് വൈറ്റമിൻസ്. ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. 2 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ചോദ്യപേപ്പറുകളുണ്ട്. കാരണം 15 മാർക്കിന് മൊത്തത്തിലൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റമിൻസും മിനറൽസിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് കൊടുക്കാം. പിന്നെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും പറഞ്ഞിട്ട് ടോപ്പിക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഇടുമല്ലോ, 1-2 ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇട്ടുപോവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 2-3 ചോദ്യങ്ങളൊക്കെ ഒരേ ചോദ്യപേപ്പറിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻസ് എന്താണ്? വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ കാർഷിക വിളകൾ ഗവേഷണ കേന്ദ്രങ്ങൾ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു ചാപ്റ്ററിൽ പ്രത്യേക വിളകൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേബിള് ആദ്യം തെങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാന ഇനങ്ങൾ, ഓരോന്നിൻ്റെയും പ്രധാന ഇനങ്ങൾ കൊടുത്തൊരു ടേബിള്. പിന്നെ ഗവേഷണ കേന്ദ്രങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ സാധനം പഠിച്ചാൽ ഉറപ്പായിട്ടും ഒരു മാർക്ക് ഉറപ്പിക്കാം. ചില പരീക്ഷകളിൽ 2 മാർക്ക് വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ദെൻ 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയാണ്. കാരണം ആരോഗ്യ വിജ്ഞാനം കിടക്കുന്നുണ്ട്. ആരോഗ്യ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ വലിയ രീതിയിൽ പഠിച്ചു പോകും. പക്ഷേ ചോദ്യങ്ങൾ വരുന്ന എന്താണ്? ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് SCERT-യിലുള്ള ചാപ്റ്റർ എന്നാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. ദെൻ 4ാമത്തെ ടോപ്പിക്ക് വാക്സിനുകളാണ്. എന്താണ്? വാക്സിനുകൾ. ആരോഗ്യവിജ്ഞാനമുണ്ട്, ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനുകൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് മാറുന്നു. ദെൻ പഴയ എഡ്വേർഡ് ജെന്നർ, വാക്സിനേഷൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ മുതൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ കോവിഡിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള വാക്സിനുകൾ വരെ നോക്കിയിരിക്കുക. ദെൻ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ, നമ്മളെ ബ്രെയിൻ അഥവാ തലച്ചോറ് 10ാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തലച്ചോറിൻ്റെ സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഓബ്ലാങ്കേറ്റ, ഇങ്ങനെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പഠിച്ചു വെക്കുക. ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയും മാത്രമാണ് ഞാനതിൽ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ തുടക്കത്തിൽ പഠിക്കാൻ എടുത്തു തരുന്നത്. ദെൻ ഫിസിക്കൽ സയൻസിൽ 12 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇത്തരം പരീക്ഷകളിൽ LGS നിലവാരത്തിലുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്ക് ഒന്ന് പ്രകാശമാണ്. നിങ്ങൾ ഈ LGS മെയിൻസ് നിലവാരത്തിലുള്ള ആ ലെവലിലുള്ള എല്ലാ പരീക്ഷകളും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ചോദ്യപേപ്പറിൽ ഈ 12 ടോപ്പിക് ഉണ്ട്, 5 മാർക്കേ ഉള്ളൂ. എന്നിട്ടും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഏത്? ലൈറ്റ് അഥവാ പ്രകാശം എന്ന് പറയുന്നത്. മറ്റൊരു ടോപ്പിക്ക് താപവും ഊഷ്മാവും എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് 2 ടോപ്പിക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം അങ്ങ് പഠിച്ചു തുടങ്ങുക, എന്നിട്ട് അങ്ങോട്ടേക്ക് പോവുക. ഇത്തവണ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് മാത്രമല്ല, ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ ലൈവ് ക്ലാസ് കൂടെ നമ്മൾ തരികയാണ്. എല്ലാ അധ്യാപകരും, എൻട്രിയിലെ എല്ലാ അധ്യാപകരും, പ്രഗത്ഭരായിട്ടുള്ള എല്ലാ അധ്യാപകരും ഈ ഹോട്ട് ടോപ്പിക്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഞാൻ തയ്യാറാക്കി ഈ ഹോട്ട് ടോപ്പിക്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും പഠിക്കാൻ തയ്യാറെടുത്തോളൂ. LGS വിജ്ഞാപനം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പം ഇനി പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ്. അതിനുള്ള ഏറ്റവും നല്ല തുടക്കം എൻട്രിയിലൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നു കഴിയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒന്നിനെയും കാത്തു നിൽക്കണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. മത്സരവീര്യം കൂടിയ കാലഘട്ടമാണ്, ആ ഒരു ഓർമ്മ വേണം. നിസ്സാരമായി തള്ളിക്കളയരുത്. ഡിഗ്രിക്കാരില്ലല്ലോ, അപ്പോൾ മത്സരം കുറയല്ലോ എന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർ മത്സരം കൂട്ടും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് പോവുക. യാതൊരുവിധ പിന്നോട്ടടുപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളെയും മാറ്റിവെക്കുക. നല്ല രീതിയിൽ ആവേശത്തോടെ മുന്നേറുക. എല്ലാവർക്കും വിജയാശംസകൾ ഇപ്പോഴേ നേരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. ബൈ.